ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റാം, ക്ലച്ച് ചെക്കപ്പ്, ആക്സിലേറ്റർ ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ച് സൈഡിൽ ഇത് വേറെ പ്രോബ്ലമോ അങ്ങനെ വലിയ കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്സിലേറ്ററൊക്കെ വളരെ ഫ്രീ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ബാക്കി നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലും വാട്ടർ സർവീസും മാത്രമാണ് ചെയ്യണത്. പിന്നെ ആ ബ്രേക്കൊക്കെ ഒരല്പം കുറവുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേറെ നമുക്ക് ക്ലച്ചുമായി റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു വലിയ കുറവോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. അപ്പോൾ കാരണം വേറെ നമ്മൾ അഴിക്കുന്നില്ല അതിനകത്ത്. കാരണം ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലച്ച് ഗ്രീസിംഗ് ആണ് വരാൻ മെയിനായിട്ട്. ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1500 രൂപ നമുക്ക് അതിന് മാത്രം ലേബർ ചാർജും അതിൻ്റെ അത്യാവശ്യം എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതടക്കം വരും. പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വേറെ ചെയ്യുന്നില്ല. ഓയിൽ ചേഞ്ചും വാട്ടർ സർവീസും ഒരു മൈനർ ചെക്കപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ മാറ്റുന്നത് ഇപ്പോൾ നിലവിൽ 34,000 കിലോമീറ്ററിലാണ് ചെയ്യുന്നത്. അടുത്ത 3000 കിലോമീറ്ററിലാണ് അടുത്ത ഓയിൽ ചേഞ്ച് വരാം. ഓക്കെ.